അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ കേട്ടാലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസമായിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പമാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേറെ കാണിക്കാം. അപ്പോൾ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത് വെള്ളമൊക്കെ അരിച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വട്ടയപ്പത്തിൻ്റെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് കലക്കി വെക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഉച്ച തിരിയുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. എല്ലാം നോണിൻ്റെ ഇതിൻ്റെ കൂടെ ഒരു മോര് കറിയും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കായാണ് റെഡിയാക്കി വെക്കണേ. ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് മോര് കൂട്ടാനും കൂടെ റെഡിയാക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫും അതുപോലെ തന്നെ കായാണ് കേട്ടോ, നേന്ത്രക്കായ. കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫാണ്, അതുകൊണ്ട് അത് അല്പം നേന്ത്രക്കായ ഇട്ട് വെച്ചതാണ് ടേസ്റ്റായിരിക്കും. അപ്പോൾ ക്രിസ്മസിൻ്റെ മറ്റൊരു ഐറ്റമാണ് ബീഫും നേന്ത്രക്കായും. അപ്പോൾ നാളത്തേക്കുള്ള നമ്മുടെ മോര് കൂട്ടാൻ സെറ്റായിട്ടുണ്ട്. കായിട്ടിട്ടാണ് വെച്ചേക്കണേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നാളത്തേക്കുള്ള നമ്മുടെ ഇറച്ചിയും കായും സെറ്റായിട്ടുണ്ട്. ഞാൻ ഒലത്തി വെച്ചേക്കാണ്. അപ്പോൾ നാളെ ജസ്റ്റ് ചൂടാക്കുക മാത്രം ചെയ്താൽ പോലെ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ചൂടാറി കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് നോക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഇറച്ചി സ്റ്റൗവിൽ കയറ്റിയിട്ടുണ്ട്. ചിക്കൻ കട്ട്ലേറ്റാണേ, അതൊന്ന് ജസ്റ്റ് മുരിഞ്ഞ് അങ്ങോട്ട് വരട്ടെ. നമ്മുടെ ക്രിസ്മസിനുള്ള മീൻ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ മുളക് വറ്റിച്ചതാണ് ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. ഇപ്പോൾ മോര് കറി ഉണ്ട്, പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ചാറ് വേറെ വേണ്ട, ഇത് മതി. അതുപോലെ വറക്കാനുള്ള മീനും നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുളകും എല്ലാം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നാളെ സമയമാകുമ്പോൾ വറുത്താൽ മതി നമുക്ക്. പിന്നെ പാതിര കുർബാനയ്ക്കൊക്കെ പോയി. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ നമ്മൾ കാബേജ് തോരൻ വെച്ചു. അതുപോലെ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കി. അതുപോലെ ചോറ് വെച്ചു. ചോറൊക്കെ വെച്ച് കോഴിയും പിറ്റേ ദിവസം തന്നെയാണ് വെച്ചത്. അങ്ങനെ അടിപൊളിയാക്കിയിട്ട് നമ്മൾ ക്രിസ്മസ് ഇത്തവണ സെലിബ്രേറ്റ് ചെയ്തു. ആ സെലിബ്രേറ്റ് ചെയ്തത് നമ്മൾ നന്നായി ഉച്ച തിരിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 2-2:30 ആയപ്പോഴാണ് ഭക്ഷണം കഴിച്ചതെന്ന് മാത്രം. കിടന്നുറങ്ങി പാതിര കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ കിടന്നുറങ്ങിയിട്ട് നേരം വൈകിട്ടാണ് എൻ്റെ. അപ്പോൾ ഉച്ച ഭക്ഷണം കഴിക്കാൻ വൈകി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തേക്കായിട്ടുള്ള ഒരുക്കങ്ങൾ.